ഒരു ബോംബ് വീണിരിക്കുന്നു. അത് ബി.ജെ.പിയിലെ ബോംബ് ഇത് തന്നെയാണോ എന്ന് നേരത്തെ തന്നെ കഥകൾ കേട്ടിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ പരാതിയിലെ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് ബി.ജെ.പി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഈ പരാതി വെട്ടിലാക്കുന്നു. അത് സി കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡന പരാതി വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പരാതി നേരത്തെ തന്നെ ബി.ജെ.പി നേതൃത്വത്തിന് ലഭിച്ചിരുന്നുവെന്നും ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളെ അടക്കം പരാതിക്കാരി കണ്ട് പരാതി പറഞ്ഞിരുന്നു എന്നുകൂടി ഈ പരാതിയിലുണ്ട്. അതായത് ബി.ജെ.പി നേതൃത്വം ഒരു പീഡന പരാതി കിട്ടിയിട്ട് അതിൽ കാര്യമായ നടപടിയെടുക്കാതെ ആ പരാതിയെ അവഗണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. ആ ബി.ജെ.പിയിൽ ഒരു സ്ത്രീ പരാതി നൽകിയിട്ട് ആ പരാതിയെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവഗണിച്ചു കളഞ്ഞു എന്നുകൂടിയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതിന് ബി.ജെ.പി നേതൃത്വം രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റു വിഷയങ്ങളിൽ, ഇത്തരം സ്ത്രീ പീഡന വിഷയങ്ങളിൽ സമരരംഗത്ത് വരാറുള്ള ഒരു സമര സംഘടന കൂടിയാണ് ബി.ജെ.പി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇത്തരം പരാതികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾക്ക് എതിരെ ഉണ്ടാകുമ്പോൾ ബി.ജെ.പി നേതൃത്വം വലിയ രീതിയിലുള്ള സമരവുമായി രംഗത്ത് വരാറുണ്ട്. അത് ബി.ജെ.പി ആവട്ടെ, അതിന്റെ ഘടകങ്ങളായ യുവമോർച്ച അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ആകട്ടെ വലിയ രീതിയിലുള്ള സമരങ്ങളുമായി വരാറുണ്ട്. അത്തരം ഒരു പാർട്ടി തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഒരു പരാതി ലഭിച്ചപ്പോൾ ആ പരാതിയെ അവഗണിച്ചു എന്നതാണ് രാഷ്ട്രീയമായി ബി.ജെ.പി നേതൃത്വം ഉത്തരം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ പരാതി ലഭിച്ചപ്പോൾ തങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അത് പോലീസിന് കൈമാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള മറ്റു ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ബി.ജെ.പി നേതൃത്വം ഉത്തരം പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. കാരണം ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് RSS നേതാവായ ഗോപാലൻകുട്ടി മാസ്റ്ററോട് സ്റ്റേറ്റ് ഓഫീസിലെ എളമക്കരയിലെത്തിയാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണ്, MG രമേശിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന MG രമേശിനോടാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് സുഭാഷ്, അദ്ദേഹം ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതായത് RSSൽ നിന്നും ബി.ജെ.പിയിലേക്ക് സംഘടനാ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുന്നവരെയാണ് സാധാരണ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയായി നിയമിക്കാറുള്ളത്. അത്തരം പദവികളിൽ ഇരുന്ന ഉന്നതരായ ആളുകൾക്ക് മുന്നിൽ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവിനെതിരെ ഒരു പീഡന പരാതി വന്നിട്ട് അതിൽ നടപടി ഉണ്ടായില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത്. അവർ പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി നോ ആക്ഷൻ വാസ് ഇവർ ഇനീഷ്യേറ്റഡ് ആൻഡ് മൈ കംപ്ലൈന്റ് വാസ് ഇഗ്നോർഡ്, ലീവിംഗ് മീ ഹ്യൂമിലിയേറ്റഡ് ആൻഡ് അബാൻഡൻഡ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ആ പരാതി അവഗണിച്ചു കളഞ്ഞു, അവർക്ക് ഒരു നടപടിയും ആ പരാതിക്ക് മേലുണ്ടായില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ പരാതിയിൽ. അതായത് ബി.ജെ.പി നേതൃത്വം അവരുടെ നേതാവിനെതിരെ ഒരു പീഡന പരാതി കിട്ടിയിട്ട് അവഗണിച്ചു കളഞ്ഞു എന്ന ഗുരുതരമായ ആരോപണത്തിന് കൂടിയാണ് ബി.ജെ.പി നേതൃത്വം മറുപടി പറയേണ്ടത്. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് ഈ പരാതിക്കാരി പറയുന്നത് ശരിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം, ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഉണ്ട്. ആ ധാർമ്മികത ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന്, ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയമായി ബി.ജെ.പി പ്രതിരോധത്തിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടിയാണ്. ഒരു സ്വന്തം നേതാവിനെതിരെ ഒരു പീഡന ആരോപണം ഒരു സ്ത്രീ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഏറ്റവും മുതിർന്ന നേതാക്കൾ അതിനെ അവഗണിച്ചു കളയുക എന്നുള്ളതാണ്. അവിടെ ബി.ജെ.പി മാത്രമല്ല RSS കൂടി ഉത്തരം പറയേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇതൊരു പുതിയ പരാതിയായി രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം വരുന്നത് പോലും അവരുടെ പരാതി നിരന്തരം അവഗണിക്കപ്പെട്ടതും അവർ പരാതിയിൽ പറയുന്ന ശ്രീ കൃഷ്ണകുമാർ പാർട്ടിയിൽ പിന്നീടും പ്രബലനായി തുടരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതി വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഓഫീസ് അത് പരിശോധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അവരെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇനി രാജീവ് ചന്ദ്രശേഖർ നേരത്തെ എന്തുകൊണ്ട് ഈ പരാതി അവഗണിച്ചു എന്നതിനുകൂടി ബി.ജെ.പി നേതാക്കളോട് വിശദീകരണം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് രാഷ്ട്രീയമായി നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അജി.